ജാക്മ എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ അയാൾ ഉണ്ടാക്കിയെടുത്ത ബിസിനസ് നിങ്ങൾ അറിയും. ഒരു സാധാരണ ബാലൻ, പലതവണ പരാജയപ്പെട്ടവൻ, പല ജോലികൾക്കായി അപേക്ഷിച്ചു, എല്ലായിടത്തും തിരസ്കരിക്കപ്പെട്ടു. പക്ഷേ അവൻ തൻ്റെ പരിശ്രമം ഒരിക്കലും ഉപേക്ഷിച്ചില്ല. 1964 ചൈനയിലെ ഹാങ്ഷോയിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ബാലൻ. പഠനത്തിൽ അവൻ വളരെ പിന്നിലായിരുന്നു. കണക്കവനൊരു കീറാമുട്ടിയായിരുന്നു. സ്കൂൾ പരീക്ഷയിൽ അവൻ പരാജയപ്പെട്ടു. ഒരു തവണയല്ല, 3 തവണ. എങ്ങനെയോ ആ കടമ്പ കടന്നപ്പോൾ പിന്നീട് കോളേജ് പ്രവേശനത്തിനായി ശ്രമം. അവിടെയും നീണ്ട 9 തവണയും പരാജയം. 10ാമത്തെ ശ്രമത്തിൽ പ്രവേശനം ലഭിച്ചു. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. വിദ്യാഭ്യാസത്തിന് ശേഷം ജോലി തേടിയുള്ള അവൻ്റെ ശ്രമങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. 30 കമ്പനികളിൽ അപേക്ഷിച്ചു. എന്നാൽ 30 ഇടത്തു നിന്നും അവന് നേരിടേണ്ടി വന്നത് റിജക്ഷനായിരുന്നു. പോലീസ് ജോലിക്ക് അപേക്ഷിച്ചു. നീ പോരാ എന്ന് പറഞ്ഞ് അവരും അവനെ തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. ആ കാലഘട്ടങ്ങളിൽ പോപ്പുലറായി വന്ന KFCയുടെ ഒരു വെയിറ്റർ ജോബിനായി അവൻ അപേക്ഷിച്ചു. ആകെ 24 പേരുണ്ടായിരുന്നു. അതിൽ 23 പേർക്കും ജോലി ലഭിച്ചു. ഒരാൾക്ക് മാത്രം കിട്ടിയില്ല. ആ ഒരാൾ ജാക്മ തന്നെയായിരുന്നു. പക്ഷേ അവൻ ഒരു കാര്യം പഠിച്ചു: റിജക്ഷൻ ഈസ് ജസ്റ്റ് എ റീഡയറക്ഷൻ. അവന് ചെറുപ്പം മുതൽ തന്നെ ഇംഗ്ലീഷ് പഠിക്കണമെന്ന വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ആ കാലത്ത് ചൈനയിൽ അതിനുള്ള അവസരങ്ങൾ വളരെ കുറവായിരുന്നു. അപ്പോൾ അവനൊരു വ്യത്യസ്തമായ വഴി കണ്ടെത്തി. വിദേശത്തു നിന്നെത്തുന്ന ടൂറിസ്റ്റുകളെ തേടി അവരുടെ അടുത്തേക്ക് പോയി. അവരോട് അവൻ പറയുകയാണ്, ഞാൻ നിങ്ങളെ സൗജന്യമായി നഗരം കാണിച്ചു തരാം. പകരമായി എന്നോട് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിച്ച് എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ മതി. അതായിരുന്നു അവൻ്റെ ഡീൽ. അങ്ങനെ പണമില്ലാതെ, ക്ലാസ് റൂമില്ലാതെ ജീവിതം തന്നെ അവൻ്റെ സ്കൂളായി മാറി. വിദേശികളോട് സംസാരിച്ച് അവൻ സ്വന്തമായി ഇംഗ്ലീഷ് നന്നായി പഠിക്കുകയാണ്. ഒരു ദിവസം അവൻ ആദ്യമായി ഇൻ്റർനെറ്റ് കണ്ടു. അവൻ അതിൽ ചൈനയെന്ന് തിരഞ്ഞു. പക്ഷെ ഒന്നും കണ്ടില്ല. അപ്പോൾ അവൻ ചിന്തിച്ചു, ചൈനയെ ലോകത്തിന് മുമ്പിൽ കാണിക്കണം. അതൊരു വലിയ സ്വപ്നത്തിൻ്റെ തുടക്കമായിരുന്നു. 1999 ഒരു ചെറിയ മുറിയിൽ 18 സുഹൃത്തുക്കളുമായി ജാക്മ തുടങ്ങിയ ഒരു കമ്പനിയുടെ പേരുണ്ട്, അലിബാബ ഗ്രൂപ്പ്. ലക്ഷ്യം ഒന്നു മാത്രം: ചൈനയിലെ ചെറുകിട ബിസിനസ്സുകളെ ലോകവുമായി ബന്ധിപ്പിക്കുക. ആരംഭത്തിൽ ആരും വിശ്വസിച്ചില്ല. നിക്ഷേപകരൊക്കെ നിരസിച്ചു, ആളുകൾ പരിഹസിച്ചു. പക്ഷേ അവൻ മാത്രം വിശ്വസിച്ചു. കാലം മാറി, ആലിബാബ വളർന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നായി മാറി. ജാക്മ ലോകത്തിലെ സമ്പന്നരിൽ ഒരാളായി. പക്ഷേ അവൻ മറന്നില്ല തൻ്റെ പരാജയങ്ങൾ. ജാക്മ പറയുന്നു, നെവർ ഗീവ് അപ്പ്. ടുഡേ ഈസ് ഹാർഡ്, ടുമോറോ വിൽ ബി വേഴ്സ്, but the day after tomorrow will be sunshine.